ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ചിക്കൻ കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ചെയ്യാനേ. സിമ്പിളായി നിങ്ങൾക്കെല്ലാം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കൊത്തു പൊറോട്ട. അതിനായി നമ്മൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പിലയും ചേർത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവോള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. സവാളയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും കൂടി ഒന്ന് വഴന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് കേട്ടോ, കോഴിമുട്ട. അപ്പോൾ നമ്മളിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മുട്ട കൂടുതൽ വേണേൽ അത് 3 മുട്ടയൊക്കെ ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുട്ടയും കൂടി ചേർത്ത് ഇതുപോലെ സെറ്റാക്കി അതിലേക്ക് പാകമായ ഉപ്പും ചേർത്ത് നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഈ സെറ്റായ മസാലയിലേക്ക് നമ്മൾ പൊറോട്ട ചേർക്കാൻ പോവാണ്. നമ്മളിവിടെ 5 പൊറോട്ട ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് ചേർക്കുന്നത്, കട്ട് ചെയ്ത് വെച്ചത്. കത്രികയോ കത്തിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ നല്ലപോലെ മിക്സാക്കി സെറ്റ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച ചിക്കൻ കറി ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി മറിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇത് ചിക്കൻ കൊത്തു പൊറോട്ടയാണല്ലോ, അപ്പം നമ്മുടെ ചട്ടകം വെച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊന്ന് കൊത്തി മറിച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കൊത്തു പൊറോട്ട ഒരു 90% ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലി ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊത്തു പൊറോട്ട ഇവിടെ റെഡി കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല സൂപ്പർ അടിപൊളി ആയിട്ട് നമ്മുടെ ചിക്കൻ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഇതാ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി, ഒരു ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വലിയുള്ളിയുടെ ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടാൽ ഇത് കളർഫുള്ളായി കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഒരു സിമ്പിൾ ഐറ്റമാണ് കേട്ടോ, നല്ലൊരു റെസിപ്പിയാണ്. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.